നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ട്രെയിനിടിച്ച് പോത്തുകൾ ചത്തു. ചന്ദനത്തോപ്പ് കിളിക്കൊല്ലൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലാണ് സംഭവം. പത്തായക്കല്ല് സ്വദേശിയുടെ 2 പോത്തുകളാണ് ചത്തത്. ആസിഡ് ആക്രമണത്തിൽ 19-കാരന് പരിക്കേറ്റു. സംഭവത്തിൽ അയൽവാസി അറസ്റ്റിൽ. ഐലറ സ്വദേശി ഷാനവാസാണ് അറസ്റ്റിലായത്. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന് ആധുനിക സൗകര്യങ്ങളോടെ ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നു. 1,10,48,627 രൂപയാണ് അടങ്കൽ തുക. 3 നിലകളിലായാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. സ്മാർട്ടായി അംഗനവാടികൾ. നീണ്ടകര പഞ്ചായത്തിലെ 3-4 വാർഡുകളിലായിട്ടാണ് സ്മാർട്ട് അംഗനവാടികൾ ഉദ്ഘാടനം ചെയ്തത്. വിശദമായ വാർത്തകളിലേക്ക്. ട്രെയിൻ ഇടിച്ച് പോത്തുകൾ ചത്തു. കൊല്ലം പുനലൂർ റെയിൽവേ പാതയിൽ ചന്ദനത്തോപ്പ് കിളിക്കൊല്ലൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലാണ് സംഭവം. ചന്ദനത്തോപ്പ് പത്തായക്കല്ല് സ്വദേശിയുടെ 2 പോത്തുകളാണ് ചത്തത്. കൊല്ലം പുനലൂർ റെയിൽവേ പാതയിൽ ചന്ദനത്തോപ്പ് കിളികൊല്ലൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലായിരുന്നു സംഭവം. ചന്ദനത്തോപ്പ് പത്തായക്കല്ല് സ്വദേശിയുടെ 2 പോത്തുകളാണ് ട്രെയിൻ ഇടിച്ചു ചത്തത്. മേയുന്നതിനിടെ പോത്തുകൾ റെയിൽവേ ട്രാക്കിൽ കയറുകയായിരുന്നു. തുടർന്നാണ് ട്രെയിൻ ഇടിച്ചത്. പോത്തുകൾ എങ്ങനെ ട്രാക്കിൽ എത്തിയെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ആരെങ്കിലും മോഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ ഓടിപ്പോയതാണോ എന്ന സംശയവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി കുണ്ടറയിൽ സൈറൻ അലർട്ട് നടത്തി. കുണ്ടറ വെള്ളിമൺ ഗവൺമെന്റ് UPSലാണ് സൈറൻ മുഴങ്ങിയത്. 30 സെക്കൻഡ് നേരം മാത്രമാണ് ക്ലോസിംഗ് സൈറൻ നീണ്ടുനിന്നത്. സൈറൺ മുഴങ്ങിയത് കേട്ട് ഓടിയെത്തിയ പ്രദേശവാസികളോട് പരിഭ്രാന്തരാകേണ്ടെന്നും മോക്ക് ഡ്രില്ലാണെന്നും സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് അറിയിച്ചു. ഒരു അടിയന്തര സാഹചര്യമുണ്ടായാൽ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത് എന്നും സൈറൺ മുഴങ്ങിയാൽ അടുത്തുള്ള കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് കയറി സുരക്ഷിതമായിരിക്കണമെന്നും കുണ്ടറ ഫയർഫോഴ്സ് ഓഫീസർ സക്രിയ അഹമ്മദ് കുട്ടി വിശദീകരിച്ചു. ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ മറ്റുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി വാഹനവും നമ്മുടെ ഉപകരണങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പൂർണ്ണമായ രീതിയിൽ സുരക്ഷിതത്വം എല്ലാവർക്കും ഉറപ്പാക്കുന്നത്. ലൈഫ് സേഫ്റ്റിയാണ് ആദ്യത്തെ പ്രധാന ദൗത്യം. അതാണ് നമ്മുടെ പ്രധാന സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സിനെ മൊത്തം നമ്മൾ ഇത്തരം കേരളത്തിലുടനീളം സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. അതുപോലെ നമ്മളും ഈ മോക്ക് സൈറൻ്റെ ഭാഗമായിട്ട് വെള്ളിമൺ ഗവൺമെൻറ് UPS ആണ് കുണ്ടറയ്ക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്ന സ്ഥലം. അവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലം കൂടെ ഉണ്ട്. ഒരു അവയർനെസ് ആയിട്ട് ലൈറ്റ് ഓഫിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് KSEB 220 സബ്സ്റ്റേഷനാണ്. അവിടെ നമ്മൾ സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സിനെ നമ്മുടെ ക്രൂവിനെയും സെറ്റ് ചെയ്തു. സൈറൺ മുഴങ്ങി മിനിറ്റുകൾക്കുള്ളിൽ കുണ്ടറയിൽ നിന്നും അഗ്നിരക്ഷാസേന യൂണിറ്റും എത്തി. 4 മണിക്ക് തന്നെ കുണ്ടറ 220 kV സബ്സ്റ്റേഷനിൽ വൈദ്യുതി വിച്ഛേദിച്ചു. കുണ്ടറ പോലീസ് സ്റ്റേഷന് മുന്നിലൂടെയുള്ള വാഹനങ്ങൾ നിയന്ത്രിച്ചു. പെരുന്നാട് വില്ലേജ് ഓഫീസർ മനോജ്, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജോസ്, ഗ്രേഡ് ഫയർ സ്റ്റേഷൻ ഓഫീസർ ബിനികുമാർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അരുൺ കരുണാകരൻ, അനൂപ് വിശാഖ, വിഷ്ണുരാജ്, ഹോംഗാർഡുമാരായ സുരേഷ്, ബാലകൃഷ്ണപിള്ള, ഡ്രൈവർ ഗിരീഷ് കുമാർ, 28 സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കുണ്ടറയിൽ മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി നടത്തിയ സൈറൺ അലർട്ട്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. 19-കാരന് ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റ കേസിൽ അയൽവാസി അറസ്റ്റിൽ. ഐലറ സ്വദേശി ഷാനവാസാണ് അറസ്റ്റിലായത്. ഏരൂർ ആയിരനല്ലൂർ സ്വദേശി അമലിനാണ് പരിക്കേറ്റത്. അഞ്ചൽ ഏരൂരിന് സമീപമായിരുന്നു സംഭവം. ആസിഡ് ആക്രമണത്തിൽ ഏരൂർ ആയിരനല്ലൂർ നടുവന്നൂർ അമൃത ഭവനിൽ അമലിനാണ് പരിക്കേറ്റത്. ഐലറ സ്വദേശി ഷാനവാസിനെയാണ് സംഭവത്തിൽ അറസ്റ്റ് ചെയ്തത്. ദിവസങ്ങൾക്ക് മുമ്പ് അമലിന്റെ പിതാവും ഷാനവാസും തമ്മിൽ വാക്കേറ്റവും അടിപിടിയും നടന്നിരുന്നു. ഇതേ തുടർന്ന് അമലും പിതാവും ചേർന്ന് ഷാനവാസിനെതിരെ ഏരൂർ പോലീസിൽ പരാതി നൽകിയതിന്റെ വിരോധത്തിലാണ് അമലിന് നേരെ ഷാനവാസ് ആസിഡ് ആക്രമണം നടത്തിയത്. വീടിന് സമീപത്തുകൂടി നടന്നുപോയ അമലിനെ തടഞ്ഞു നിർത്തിയ ശേഷം കയ്യിൽ കരുതിയിരുന്ന റബ്ബർ ടാപ്പിംഗ് കത്തികൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചു. ശേഷം കുപ്പിയിൽ കരുതിയിരുന്ന ആസിഡ് അമലിന്റെ ദേഹത്തേക്ക് ഒഴിക്കുകയായിരുന്നുവെന്ന് ഏരൂർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. ദേഹത്ത് പൊള്ളലേറ്റ നിലയിൽ അമലിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് തുടക്കമായി. 2 ദിവസങ്ങളിലായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പഞ്ചായത്ത് തല ഉദ്ഘാടനം ആഞ്ഞിലിമൂട് രാജഗിരി സബ് സെന്ററിൽ നടത്തി.
ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിന്റെയും ശൂർനാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിലാണ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. ബോധവൽക്കരണ റാലിയോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പഞ്ചായത്ത് തല ഉദ്ഘാടനം ആഞ്ഞിലിമൂട് രാജഗിരി സബ് സെന്ററിൽ നടത്തി. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത ഉദ്ഘാടനം ചെയ്തു. ജാഗ്രത പാലിച്ച് തന്നെ മുന്നോട്ട് പോകണം. എവിടെയെങ്കിലും അലക്ഷ്യമായി വലിച്ചെറിയുന്ന പാട്ട, ചിരട്ട, കുപ്പി, ടയർ, അതേപോലെ നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ്, അതിൻ്റെ ബാക്ക് വശത്ത് പുളറി ഒക്കെ കൊതുക് മുട്ടയിടാനുള്ള സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത്. നല്ല രീതി നമ്മളിന്ന് 5-6 വോളണ്ടിയർമാരെ തിരഞ്ഞെടുത്ത് അവർ ഓരോ ഘട്ടമായിട്ട് 50 വീട് വെച്ച് വീടുകൾ കയറി ഈ സോഴ്സ് റിഡക്ഷൻ നടത്തി ക്ലോറിനേഷനും ഇതിനോടൊപ്പം അടുത്ത ദിവസങ്ങളിൽ കിണറുകളിൽ ക്ലോറിനേഷൻ ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നാണ്. 2 ദിവസങ്ങളിലായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടത്തുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗുരുകുലം രാജേഷ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. മുഴുവൻ പൊതുജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തേണ്ടത്. അതിന് നേതൃത്വം കൊടുക്കേണ്ടത് നമ്മുടെ കുടുംബശ്രീയിൽ നിന്നുള്ള ആരോഗ്യ വോളണ്ടിയർമാർ, ആശാ വർക്കർമാർ, തൊഴിലുറപ്പിൻ്റെ മേറ്റുമാർ, തൊഴിലുറപ്പ് സംവിധാനത്തിലെ അംഗങ്ങൾ, കുടുംബശ്രീയുടെ അംഗങ്ങൾ, ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന് ആധുനിക സൗകര്യങ്ങളോടെ ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ മന്ദിരത്തിന് പദ്ധതി തയ്യാറാക്കിയത്. 1,10,48,627 രൂപയാണ് അടങ്കൽ തുക. പഴയ സാംസ്കാരിക നിലയം നിലനിന്നിരുന്ന സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 3 നിലകളിലായാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. 3 നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, അംഗങ്ങൾ എന്നിവർക്കുള്ള ഓഫീസുകൾ, ലൈബ്രറി, റീഡിംഗ് റൂം, മീറ്റിംഗ് ഹാൾ, പൊതുജനങ്ങൾക്കുള്ള വിശ്രമയിടങ്ങൾ എന്നിവയാണുള്ളത്. 1,10,48,627 രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. നാടിന്റെ പൊതുവികസനം എന്ന പോലെ പ്രധാനമാണ് സർക്കാർ സംവിധാനങ്ങളുടെ ആധുനീകരണമെന്നും തടസ്സരഹിത സേവനം എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനാണ് മുൻഗണനയെന്നും മന്ത്രി പറഞ്ഞു. അല്ലെങ്കിൽ വർഷങ്ങളായി ഒരു പുതിയ ഓഫീസ് കെട്ടിടം അത് പണിപൂർത്തിയെടുക്കുക എന്നുള്ള വലിയ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വന്നപ്പോൾ ഇത്തവണ കോടിക്കണക്കിന് തുക മാറ്റിവെച്ചുകൊണ്ട് അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്കുള്ള പണി ഇന്ന് ഇവിടെ തറക്കല്ലിടുകയാണ്. നമുക്കറിയാം അത് എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വരുന്നത്. തീർച്ചയായിട്ടും MLAയുടെ ഫണ്ടെന്ന നിലയ്ക്കൊരു ഷെയർ ഞങ്ങൾ കൊടുക്കാമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഉറപ്പ് നൽകുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം നിരവധിയായിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയ നമ്മുടെ ഒരു ഗ്രാമപഞ്ചായത്താണ് ചടയമംഗലം ഗ്രാമപഞ്ചായത്ത്. മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷത വഹിച്ചു. കെട്ടിടത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും MLA ഫണ്ടിൽ നിന്നും നിർമ്മാണ പ്രവൃത്തികൾക്ക് ആവശ്യമായ പണം നൽകുമെന്നും മണ്ഡലത്തിലെ നിരവധി വികസന പ്രവർത്തനങ്ങൾ അവധിയില്ലാതെ തുടരുകയാണെന്നും ജെ ചിഞ്ചുറാണി പറഞ്ഞു. മിനി സിവിൽ സ്റ്റേഷൻ, രജിസ്ട്രേഷൻ ഓഫീസ്, റെസ്റ്റ് ഹൌസ് എന്നിവയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹരി വി നായർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A രാജു, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു. പന്മന ഗ്രാമപഞ്ചായത്തിലാണ് കട്ടിലുകളുടെ വിതരണം നടന്നത്. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു വിതരണം. പന്മന ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്കാണ് കട്ടിലുകൾ വിതരണം ചെയ്തത്. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു വിതരണം. പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രീകല ഉദ്ഘാടനം നിർവഹിച്ചു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കാണ് നമ്മൾ ഈ കട്ടിൽ വിതരണം നടത്തുന്നത്. ഇത് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു. വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കാണ് നൽകുന്നത്. 2 വിഭാഗത്തിൽപ്പെട്ടവർ, ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്കുമുണ്ട്, SC വിഭാഗത്തിൽപ്പെട്ടവർക്കുണ്ട്. ഇന്നിവിടെ നടത്തുന്നത് SC വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ പഞ്ചായത്തിലെ 23 വാർഡുകളിൽ നിന്നും ഒരു വാർഡിൽ നിന്നും 3 പേർക്ക് വീതമാണ് നൽകുന്നത്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരെയും പന്മന ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്യുവാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് മലയിൽ സമ്മത് സ്വാഗതം പറഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൊച്ചുറ്റയിൽ റഷീന, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ D സുകന്യ, AM നൌഫൽ, ഉഷ S, അമ്പിളി, അനീസ നിസാർ, ഷംന റാഫി, ഹൻസിയ H, ഷീല R, സൂറത്ത് സക്കീർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. നീണ്ടകര പഞ്ചായത്തിലെ 2 അംഗനവാടികൾ സ്മാർട്ടായി.
3-ാം വാർഡിലെ 61-ാം നമ്പർ അംഗനവാടിയും 4-ാം വാർഡിലെ 54-ാം നമ്പർ അംഗനവാടിയുമാണ് സ്മാർട്ടായത്. നീണ്ടകര ഗ്രാമപഞ്ചായത്തിലെ 2 അംഗനവാടികളാണ് സ്മാർട്ട് അംഗനവാടികളായി മാറിയത്. ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിലെ 61-ാം നമ്പർ അംഗനവാടിയും 4-ാം വാർഡിലെ 54-ാം നമ്പർ അംഗനവാടിയുമാണ് സ്മാർട്ടായത്. 3-ാം വാർഡിലെ 61-ാം നമ്പർ അംഗനവാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി നിർവഹിച്ചു. നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രിയ ഷിനു സ്വാഗതം പറഞ്ഞു. പ്രസന്ന ഉണ്ണിത്താൻ, നിഷ സുനീഷ്, പുഷ്പരാജൻ, സുഭകൻ, സ്വപ്നകുമാരി, വസന്ത, ഗ്രേസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിലെ 54-ാം നമ്പർ അംഗനവാടിയുടെ ഉദ്ഘാടനവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പുതിയ പദ്ധതിയുടെ ഭാഗമായി ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള സ്വന്തമായി കെട്ടിടമുള്ള മുഴുവൻ അംഗനവാടികളും സ്മാർട്ടാക്കണമെന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് തീരുമാനിച്ചത്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകുന്നത്. അപ്പോഴാണ് ഈ അംഗനവാടികൾക്ക് ഇപ്പോൾ നീണ്ടകര പഞ്ചായത്തിലാകെയുള്ള 17 അംഗനവാടികൾക്ക് 9 എണ്ണത്തിന് മാത്രമാണ് സ്വന്തമായി സ്ഥലമുള്ളത്. ഒരെണ്ണം അയ്യാരിയുടെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നു. ബാക്കിയുള്ള 7 എണ്ണം വാടകയ്ക്കാണ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നിലവിൽ അംഗനവാടികളെക്കുറിച്ച് അംഗനവാടി കെട്ടിടങ്ങൾ സ്മാർട്ടാക്കുന്നതിൻ്റെ പദ്ധതി രൂപീകരിക്കപ്പെടുമ്പോൾ തന്നെ എല്ലാവരും ആവശ്യപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായും അംഗനവാടികളെ കൂടുതൽ സജീവമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡിവിഷനിലേക്കും ഒരു അംഗനവാടി തീരുമാനിക്കപ്പെടുമ്പോൾ ശ്രീ ജോയി ആന്റണി മെമ്പർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അദ്ദേഹത്തിൻ്റെ കാര്യമായ ഇടപെടലും ശക്തമായ നിലപാടുകളും ഈ അംഗനവാടികളെ സ്മാർട്ടാക്കുന്ന കാര്യത്തിൽ കൂടുതൽ കാരണമായിട്ടുണ്ട്. പ്രസിഡന്റ് കെ രാജീവൻ അധ്യക്ഷത വഹിച്ചു. ജോയി ആന്റണി സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് അംഗം അനിൽകുമാർ, ICDS ഓഫീസർ സ്വപ്നകുമാരി, ആശാ വർക്കർ ഗ്ലോയിസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ഡിജിറ്റൽ സർവേ ജില്ലാതല യോഗവും സർവേ പുരസ്കാര വിതരണവും കൊല്ലം കടപ്പാക്കടയിൽ നടത്തി. റവന്യൂ അവാർഡ് ജേതാക്കളെയും അനുമോദിച്ചു. കൊല്ലം ജില്ലയിലെ മികച്ച ഹെഡ് സർവേയറായി തിരഞ്ഞെടുക്കപ്പെട്ട കരുനാഗപ്പള്ളി റീസർവേ സൂപ്രണ്ട് ഓഫീസിലെ ഹെഡ് സർവേയർ സജി മോഹൻ KS-നെയും അനുമോദിച്ചു. മത്സ്യത്തൊഴിലാളിയുടെ പേരിൽ ഹാഗ് ഫിഷിന്റെ പുതിയ ഇനം അറിയപ്പെടും. കരുനാഗപ്പള്ളി ആലപ്പാട് പഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളിയായ സുനിൽ രാജിന്റെ പേരിലാണ് അപൂർവ ഇനം ഹാഗ് മത്സ്യം ഇനി അറിയപ്പെടുക. എപ്റ്ററേറ്റ് സുനിലി എന്നാണ് പുതിയ ഇനം മത്സ്യത്തിന്റെ ശാസ്ത്രനാമം. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അടുത്ത കാലത്തായി കണ്ടെത്തിയ അപൂർവ ഇനം ഹാഗ് മത്സ്യമാണ് ഇനി മുതൽ ആലപ്പാട്ടെ മത്സ്യത്തൊഴിലാളിയുടെ പേരിൽ അറിയപ്പെടുക. ആലപ്പാട് വലിയ വീട്ടിൽ സുനിൽ രാജിന്റെ പേരിലാണ് പുതിയ മത്സ്യം അറിയപ്പെടുന്നത്. എപ്റ്ററേറ്റ്സ് സുനിലി എന്ന പേരിലായിരിക്കും മത്സ്യം ഇനി മുതൽ അറിയുന്നത്. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡീപ് ഓഷൻ മിഷൻ എന്ന പദ്ധതിയുടെ ഭാഗമായുള്ള സിറ്റിസൺ സയൻസ് പരിപാടി കൊല്ലം ശക്തികുളങ്ങരയിൽ നടത്തിയ സന്ദർഭത്തിലാണ് തന്റെ വലയിൽ കുടുങ്ങിയ അപൂർവ ഇനം മത്സ്യത്തെ പഠന സംഘത്തിന്റെ തലവന് സുനിൽ രാജ് കൈമാറിയത്. ലോകത്ത് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഹാഗ് മത്സ്യങ്ങളിൽ അപൂർവ ഇനത്തിൽപ്പെട്ട മത്സ്യമായിരുന്നു ഇത്. കണ്ടാൽ പാമ്പിന്റെ ഇനത്തിൽപ്പെട്ടതാണെന്ന് തോന്നുമെങ്കിലും ലോകത്തെ മിക്ക കടലുകളിലും കണ്ടുവരുന്ന മത്സ്യയിനത്തിൽപ്പെട്ടതാണിതെന്ന് സുവോളജിക്കൽ സർവേ സംഘം കണ്ടെത്തി. ലോകത്ത് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് 6 ചെകിളകളുള്ള ഹാഗ് ഫിഷിനെയാണ്. പുതുതായി കണ്ടെത്തിയ മത്സ്യത്തിന് 8 ചെകിളകളാണുള്ളതെന്നും സംഘം തിരിച്ചറിഞ്ഞു. തുടർന്നാണ് ഈ അപൂർവ ഇനത്തെ കണ്ടെത്താൻ സഹായിച്ച സുനിൽ രാജിന്റെ പേര് കൂടി ചേർത്ത മത്സ്യത്തിന് പേര് നൽകാൻ അന്താരാഷ്ട്ര ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ചെന്നൈ ഹെഡ് ഡോക്ടർ KK ബിനീഷും സംഘവും തീരുമാനിച്ചത്. മത്സ്യത്തൊഴിലാളിക്ക് ലഭിക്കുന്ന ഒരു ആദരവ് കൂടിയായി മാറുകയായിരുന്നു ഇത്. തന്റെ പേരിൽ പുതിയ മത്സ്യം ലോകത്ത് അറിയപ്പെടാൻ പോകുന്നതിന്റെ പ്രാധാന്യമൊന്നും ഇദ്ദേഹത്തിന് അറിയില്ല. എങ്കിലും തന്നെ അംഗീകരിച്ച ഗവേഷക സംഘത്തിന് ഇദ്ദേഹം നന്ദി പറയുന്നു. എന്റെ പേരിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സന്തോഷമാണ് തോന്നിയത്. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ ഈ ഫിഷിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആ ഫിഷിംഗ് മേഖലയിൽ തന്നെ പുതിയതായിട്ട് കിട്ടുന്ന ഒരു സ്പീഷ്യസ് മീൻ നമ്മുടെ പേരിടുക എന്ന് പറഞ്ഞാൽ അത് വളരെ സന്തോഷമല്ലേ. വീട്ടുകാരും കൂട്ടുകാർക്കൊക്കെ ഭയങ്കര സന്തോഷമാണത്. എൻ്റെ കൂടെ വരുന്ന മത്സ്യത്തൊഴിലാളികൾക്കായാലും എൻ്റെ കൂടെ വരുന്ന പണിക്കാർക്കായാലും അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഇതൊരു തരം ഹാഗ് ഫിഷാണ്. നേരത്തെ കിട്ടിയിരുന്ന ഫിഷിന് ഈ 6 ഗ്രില്ലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് കിട്ടിയ സ്പീഷ്യസിന് 8 ഗ്രില്ലാണ് ഉണ്ടാകുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള പ്രത്യേകതയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരാനുള്ള അത് ബിനീഷിൻ്റെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയാലേ പറയാനൊക്കത്തുള്ളൂ. വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ കടലിൽ നിന്ന് ഏത് ഫിഷ് കിട്ടിയാലും കൊടുക്കാനുള്ള ആളുകളുമുണ്ട്. അപ്പോൾ പഠിക്കുന്നവർക്കായാലും നമ്മൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സഹായിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ആദരവ് എനിക്ക് കിട്ടിയിരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. മത്സ്യഗവേഷണ രംഗത്ത് പുതിയ തലമുറയ്ക്ക് അറിവ് പകരുന്നതിനായി നടക്കുന്ന പഠന പ്രവർത്തനങ്ങൾക്ക് ഈ മേഖലയിൽ തനിക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ തുടരുമെന്നും ഇദ്ദേഹം ഉറപ്പു നൽകുന്നു. പൊന്നിയാണ് ഭാര്യ. ദേവയാനി, ദേവാംഗന എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.
പ്രധാന വാർത്തകൾ വീണ്ടും. ട്രെയിൻ ഇടിച്ച് പോത്തുകൾ ചത്തു. ചന്ദനത്തോപ്പ് കിളിക്കൊല്ലൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലാണ് സംഭവം. പത്തായക്കല്ല് സ്വദേശിയുടെ 2 പോത്തുകളാണ് ചത്തത്. ആസിഡ് ആക്രമണത്തിൽ 19കാരന് പരിക്കേറ്റു. സംഭവത്തിൽ അയൽവാസി അറസ്റ്റിൽ. ഐലറ സ്വദേശി ഷാനവാസാണ് അറസ്റ്റിലായത്. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന് ആധുനിക സൗകര്യങ്ങളോടെ ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നു. 1,10,48,627 രൂപയാണ് അടങ്കൽ തുക. 3 നിലകളിലായാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. സ്മാർട്ടായി അംഗനവാടികൾ. നീണ്ടകര പഞ്ചായത്തിലെ 3-4 വാർഡുകളിലായിട്ടാണ് സ്മാർട്ട് അംഗനവാടികൾ ഉദ്ഘാടനം ചെയ്തത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.